സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകമതികളും 5 പേർ വിവേകശൂന്യരും ആയിരുന്നു. മാനവരാശിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയ പുതിയ നിയമത്തിൽ നിന്നും മനോഹരമായ ഒരു ഉപമ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്തിലെ ചില സംഭവങ്ങളെ കോർത്തിണക്കി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് മംഗളാരം മാതൃവേദി അമ്മമാർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 10 കന്യകമാർ. പെട്ടെന്ന് വാ, നമ്മൾ താമസിച്ചു പോയോ? ഇവിടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. അതാണ് എൻ്റെയും സംശയം. മണവാളൻ വന്നെന്നാ തോന്നുന്നത്. ഓ, ഇതാണോ നിങ്ങളുടെ വിശ്വാസം? നമ്മൾ ഒട്ടും വിശ്വാസമില്ലാത്തവരായിരിക്കരുത്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചതാ, നോമ്പ് നോറ്റതാ, വിശുദ്ധ ജീവിതമൊക്കെ അല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും അവിടുന്ന് കാണാതിരിക്കുകയില്ല. ഇനിയും കുറച്ചു പേർ കൂടി വരാനുണ്ടല്ലോ. അവർ ഇനിയും വരാതിരിക്കുമോ? അതോ അവർ നമുക്ക് മുന്നേ മണവാളന്റെ അടുത്തേക്ക് പോയി കാണുമോ? ഇല്ലെന്നേ, ഒരിക്കലും ആവില്ല. സമയമാകുന്നല്ലേ ഉള്ളൂ. ധൈര്യമായിരിക്കും. വാ, നമുക്ക് വിളക്കണച്ച് പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ പ്രിയൻ വരുമ്പോൾ വിളക്കിലെ എണ്ണയെല്ലാം തീർന്നു പോകും. പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. പാട്ടൊക്കെ പാടി നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് ഉറക്കം വരത്തില്ല. ഞാൻ ഓർത്ത് ഞാൻ മാത്രം താമസിച്ചെന്ന്. നീ എന്താടി താമസിച്ചത്? ഒന്നും പറയണ്ടടി, പെരുന്നാൾ സീസൺ അല്ലേ, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങളെന്താ താമസിച്ചു പോയത്? എന്നാ പറയാനാ, ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയതാ, അതാ താമസിച്ചത്. ആഹാ, ഭക്തരെല്ലാം നേരത്തെ എത്തിയല്ലോ. അവരുടെ പ്രാർത്ഥന കൊണ്ടാ മണവാളം വരുന്നതെന്നാണ് അവരുടെ വിചാരം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മണവാളൻ വരുമെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? നമ്മൾ ഒരുങ്ങി വന്നതൊക്കെ വെറുതെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. മണവാളം വരാൻ താമസം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു നേരം കൂടി ബ്യൂട്ടി പാർലറിൽ ഇരിക്കാമായിരുന്നു. നീയല്ലേ ധൃതി കൂട്ടിയത്, എന്നിട്ട് മണവാളൻ വന്നതുമില്ല. ഏതായാലും നമ്മൾ ഒരുങ്ങി വന്നതല്ലേ. ദേ നോക്കിയേടി, എൻ്റെ ബ്രദർ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ ഐഫോണാ. വാ, നമുക്കൊരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. എത്ര ലൈക്കും കമൻറ്റും കിട്ടുമെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ചിരിച്ചേ.
സഹോദരിമാരെ, നമുക്ക് കുറച്ച് സമയം ബൈബിൾ വായിച്ചാലോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടം കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. വല്ലാത്ത ക്ഷീണം, എനിക്ക് ഉറക്കം വരുന്നു. ഓ ശരിയാ, എനിക്ക് ഉറക്കം വരുന്നു. എങ്കിൽ നമുക്ക് കുറച്ച് സമയം ഉറങ്ങിയാലോ? ഉറങ്ങിയാൽ എൻ്റെ മേക്കപ്പ് പോകുമോ? എന്തായാലും കുറച്ച് ഉറങ്ങിയേക്കാം. മണവാളൻ വരുമ്പോൾ ഞങ്ങളെയും കൂടി വിളിക്കണേ. മണവാളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. വാ, നമുക്ക് വിളക്ക് കത്തിച്ച് അവനെ എതിരേൽക്കാം. എഴുന്നേൽക്ക, മണവാളൻ വരുന്നു. എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുക. അവരെല്ലാം വിളക്ക് കത്തിച്ചു. വാ, നമുക്കും വിളക്ക് കത്തിക്കാം. വാ, പെട്ടെന്നാട്ടെ. അയ്യോ, വിളക്ക് കത്തുന്നില്ല. എണ്ണ തീർന്നു പോയി. എണ്ണ എടുത്തിട്ടുമില്ല. അയ്യോ, ഞാനും എണ്ണ എടുക്കാൻ മറന്നുപോയി. വിളക്കിൽ എണ്ണ കാണുമെന്നാ കരുതിയത്. ഇനി എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിച്ചാലോ? അതെ, ഞങ്ങൾ കൂടി കുറച്ച് എണ്ണ തരാമോ? ഞങ്ങൾ എണ്ണ എടുക്കാൻ മറന്നുപോയി. അതെ കന്യകമാരെ, ഞങ്ങളോട് ഒട്ടും വണക്കം തോന്നല്ലേ. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നിങ്ങൾക്ക് കൂടി തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കൊള്ളാവോ? ഞാൻ അപ്പോഴേ പറഞ്ഞത് അവരോട് ചോദിക്കണ്ടെന്ന്. നല്ല ഒന്നാമത് 916 വെളിച്ചെണ്ണ കടയിൽ കിട്ടും. നമുക്ക് പെട്ടെന്ന് കടയിൽ പോയി വാങ്ങിയിട്ട് വരാം. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം നിങ്ങളുടെ വെളിച്ചെണ്ണ? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. നിങ്ങളെല്ലാവരും എൻ്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരുന്നു. വരുവിൻ, ഒരുക്കിയിട്ടിരിക്കുന്ന മണവറയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അയ്യോ, ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. കർത്താവ് വന്നിട്ട് പോയോ? അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? കർത്താവേ, ഞാൻ റോസ്മിയ. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ വരുന്നുണ്ടല്ലോ. ഏറ്റവും മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. കൂടാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നീ അറിയുന്നില്ലേ? ഇല്ല, ഞാൻ നിന്നെ അറിയുകയില്ല. കർത്താവൻ എന്നെ അറിയത്തില്ല. നീ ഇങ്ങ് വന്നേ. നമ്മൾ മാതൃവേദി ഭാരവാഹികളായതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ അറിയുമായിരിക്കും. കർത്താവേ, ഞങ്ങൾ മംഗളാരാം ഇടവകയിലെ മാതൃവേദി യൂണിറ്റിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ്. കർത്താവിന് ഞങ്ങളെ അറിയത്തില്ലേ? നിങ്ങളുടെ ഇടവകയെ ഞാൻ അറിയും. നിങ്ങളുടെ വികാരിച്ചൻ മുണ്ടക്കലച്ചനെയും അറിയും. അച്ഛൻ്റെ ജയം മീഡിയ യൂട്യൂബ് ചാനലും അറിയും. പക്ഷേ നിങ്ങളെ ഞാൻ അറിയുകയില്ല. ഓ, വലിയ ഭാരഭാഗ്യാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കർത്താവിന് നമ്മളെ ഒന്നും അറിയില്ല. കർത്താവേ, ഞാൻ ലാവിലെ റോസ. പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്ത് ഞങ്ങളുടെ കുടുംബക്കാരാ. അതുകൊണ്ട് എന്നെ അറിയുമായിരിക്കും. നിന്റെ കുടുംബക്കാരെയും മ്ലാവിലച്ഛനെയും ഒക്കെ അറിയാം. പക്ഷേ നിന്നെ അറിയുകയില്ല.
കർത്താവെ, അങ്ങേക്ക് എന്നെ അറിയാം. ഞാൻ സോളി. എല്ലാ ഞായറാഴ്ചയും 100 രൂപ നോട്ട് നേർച്ചിടാറുണ്ട്. അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. പള്ളിയിലെ പെരുന്നാളുകളൊക്കെ ഏറ്റെടുത്ത് നടത്താറുണ്ട്. പള്ളിയിലെ പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിന് നാരങ്ങ ജ്യൂസ് കൊടുക്കാറുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയ വഴി എല്ലാ പ്രാർത്ഥനകളും ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ എന്നെ നന്നായിട്ടറിയാം. കർത്താവെ, എനിക്കായി വാതിൽ തുറക്കണമേ. പ്ലീസ് പ്ലീസ് കർത്താവേ. നീ അനേക കാര്യങ്ങളിൽ വ്യാപൃതയാണ്. എന്നാൽ വേണ്ട ഒരു കാര്യം മാത്രം നീ അന്വേഷിച്ചില്ല. നീ മനുഷ്യൻ്റെ മുമ്പിൽ വിശുദ്ധ എന്ന് നടിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ കാട്ടിക്കൂട്ടി. എന്നാൽ ഹൃദയം കൊണ്ട് ഒരിക്കൽ പോലും നീ എന്നെ അന്വേഷിച്ചില്ല. ഇല്ല, ഞാൻ നിന്നെ സ്വീകരിക്കുകയില്ല. കടന്നു പോകൂ. ഞാൻ നിങ്ങളെ ആരെയും അറിയുന്നില്ല. ഓ, ഞാൻ ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ഓ, ഇനി നമുക്കിവിടെ നിൽക്കണ്ട, പോയേക്കാം. നിൽക്കൂ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? മറ്റു കന്യകമാരെ പോലെയല്ലേ നിങ്ങളെ ഞാൻ ക്ഷണിച്ചത്? നിങ്ങൾ എന്തുകൊണ്ട് അവരെ പോലെ വിവേകത്തോടെ എണ്ണ കരുതിയില്ല? അതിനാൽ ഈ ദിവസവും നാഴികയും നിങ്ങൾക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് അങ്ങയുടെ രാജ്യത്ത് ഞങ്ങളെയും പ്രവേശിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ അഹങ്കാരം മാറ്റി ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി മാറ്റണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിന് ഞങ്ങളെയും അവകാശികളാക്കി മാറ്റണമേ. അന്നു ജീവനെ കുവനായെന്തു പാടുപെട്ടു നീ. അന്നു ജീവനെ കുവനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി. അന്നു കാൽനടയായി നാഥൻ മലമുകളേറി. അന്നു ജീവനെ കുവനായെന്നു പാടുപെട്ടു നീ. അന്നു ജീവനെ കുവനായെന്നു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ ലോകത്തിന്റെ മായാവലയത്തിൽ അകപ്പെട്ട് ഭൗതിക സുഖങ്ങൾ തേടി അലയുമ്പോൾ അനുതപിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കുവാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. നമ്മുടെ പാരമ്പര്യമോ സമ്പത്തോ പ്രശസ്തിയോ ഒന്നും സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള യോഗ്യതകളല്ല. സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗരൂകരായിരിക്കുവിൻ. നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മരക്കുരിശുമായി നാഥൻ മലമുകളേറി. മനസ്സരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി. മനസ്സരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി. മനസ്സരകളിൽ എന്നും വാഴുവാനായി. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി. അന്നു കാൽനടയായി നാഥൻ മലമുകളേറി. അന്നു ജീവനെ കുവനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ
കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീയണമേ നാഥ കനിവ് തോന്നണമേ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീയണമേ നാഥ കനിവ് തോന്നണമേ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേ